ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ക്ഷേത്രത്തിൽ നിങ്ങളൊന്ന് പോവുക, നിങ്ങളെ ഭഗവാൻ ലക്ഷപ്രഭുവാക്കും. ഇവിടെ പോയി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാനീ പറഞ്ഞ രീതിയിൽ ഈ ക്ഷേത്രത്തിൽ പോയവരെല്ലാം ചില പ്രത്യേക കാര്യമുണ്ട്, അതവിടെ ചെയ്യണം. ലളിതമായ കാര്യം ഞാൻ പറഞ്ഞുതരും. അങ്ങനെ ഞാൻ തന്നെ നോക്കി പറഞ്ഞു കൊടുത്തവരും നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരും ഒക്കെ വളരെ സമ്പന്നരായ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം എന്താണ്, അവിടെ ഏത് സമയത്താണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഈ വീഡിയോ നിങ്ങൾ ശരിയായിട്ട് ശ്രദ്ധയോടുകൂടി കാണുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ, നിങ്ങളുടെ തലയിലെടുത്ത് നിങ്ങളുടെ തലവര മാറിയിരിക്കും. എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഇതിൻ്റെ അകത്ത് അതിനുള്ള കാര്യങ്ങൾ ഉണ്ട്. അത് ആളുകളുടെ വലിയ സമ്പന്നരും തലയിലെടുത്ത് മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം അതുപോലെ ഒരുപാട് അനുഭവമുള്ള കാര്യമാണ്. ഞാൻ ഈ പറയുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുക, വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണണം, മനസ്സിലാക്കണം. ഉറപ്പായിട്ടും കാണുന്നവരുടെ, മനസ്സിലാക്കുന്നവരുടെ, ചെയ്യുന്നവരുടെ, ശരിയായിട്ട് ചെയ്യുന്നവരുടെ ഒക്കെ ജീവിതം മാറിയിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, അവസാനം വരെ കാണണം കേട്ടോ. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യ, ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഒരാൾക്ക് ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഒക്കെ ഞാൻ പറയാറുള്ളൂ. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, എവറിത്തിങ്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ്. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരത്തില്ല, അതുകൊണ്ടാണ്. എപ്പോഴും തിരക്ക് തന്നെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആ വാട്സപ്പ് ഇടുക, പറയാനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മുൻഗണനാക്രമത്തിൽ റിപ്ലൈ ചെയ്യും ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇനി വീഡിയോയിലേക്ക് വരാം. ഞാൻ ആ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ, അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത്. ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയതിന് ഈശ്വരന് നന്ദി പറയാം. കാരണം ഇത് അതുപോലുള്ളൊരു വീഡിയോ ഇത് 1.5 വീഡിയോ എന്ന് വെച്ചാൽ, ഈ വീഡിയോ ഏതൊരാളുടെയും ജീവിതം മാറ്റി എഴുതും. ജീവിതത്തിൽ 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു തലേവിധിയുണ്ട്. നമ്മൾ ജനിച്ചു മരിച്ചു, അത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു തലേവരെയുണ്ട്. നമ്മളിപ്പം ഒരു ദരിദ്രനായിട്ട് ജനിച്ചു, ദരിദ്രനായിട്ട് മരിക്കുന്നത് നമ്മുടെ കുഴപ്പമാണ്, ദരിദ്രനായിട്ട് ജനിക്കുന്ന നമ്മുടെ കുറ്റമല്ല. അങ്ങനെ നമുക്ക് മാറ്റാവുന്ന ഒരു തലവരെയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു. ഇതെല്ലാം പറഞ്ഞുതരാം. ഈ വീഡിയോ മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റും. ഹൃദയത്തിൽ തൊട്ടാ പറയുന്നത്. ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ലെന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. എല്ലാം പറഞ്ഞുതരാം. ശുഭോഹം. ഓം നർപ്പവി. ഞാൻ പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങളൊന്ന് പോവുക. ഞാൻ പറയുന്ന ദിവസം പോവുക. ഞാൻ പറയുന്ന സമയത്ത് അവിടെ ചില വഴിപാടുകൾ ചെയ്യണം. ലളിതമായ കാര്യം. നിങ്ങളെ ഭഗവാൻ ലക്ഷപ്രഭുവാക്കും. അത്ഭുതകരമായ കാര്യമാണ്. അപ്പം ഞാൻ മുഴുവൻ പറഞ്ഞുതരാം. അത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ഏറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത്. വീഡിയോ മുഴുവൻ കാണണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. അതായത് ആ ക്ഷേത്രം ഇതാണ്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഏറ്റുമാനൂരപ്പൻ, ഇതാണ് ഭഗവാൻ ഏറ്റുമാനൂരപ്പൻ. അപ്പൊ എല്ലാവരും, ഇത് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകളും കാണാൻ വേണ്ടിയാണ്. ഓൾമോസ്റ്റ് എല്ലാ വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ മലയാളീസ് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. ലോകം മുഴുവൻ ഭഗവാനെ കാണട്ടെ, അതിനുവേണ്ടിയാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഏറ്റുമാനൂരമ്പലത്തിൽ നിങ്ങൾ ഞായറാഴ്ച ഏത് ദിവസം വേണേലും പോവാം. പക്ഷെ ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങളത് പോകുന്നത് നിങ്ങൾ സാമ്പത്തികം നല്ല രീതിയിൽ വരാനും ഉപകരിക്കും. ഞായറാഴ്ച വൈകുന്നപാട് പോവുക. ഭഗവാന് നെയ്യ് അവിടെ കുപ്പി മേടിക്കാൻ കിട്ടുമല്ലോ, നെയ്യ് ഭഗവാന് സമർപ്പിക്കണം. ഞായറാഴ്ച വൈകുന്നപാട് പിൻവളക്കിനൂടെ രസീത് എടുക്കണം. എന്നിട്ട്
തിങ്കളാഴ്ച രാവിലത്തേക്ക് ജലധാരയ്ക്കൂടെ രസീത് ബുക്ക് ചെയ്യണം. അത് തിങ്കളാഴ്ച രാവിലെ അവർ ജലധാര ചെയ്തോളും. പിന്നെ ആ രസീത് നമുക്ക് ഭഗവാന്റെ അവിടെ പാത്രം വെച്ചിരിക്കുന്ന ആ നടയ്ക്ക് മുന്നിലുള്ള പാത്രത്തിൽ രസീത് ഇടാം ജലധാരയുടെ. തിങ്കളാഴ്ച രാവിലത്തേക്ക് ഞായറാഴ്ച വൈകിട്ട് രസീത് എടുക്കുക. അവർ തിങ്കളാഴ്ച രാവിലെ ചെയ്തോളും. മനസ്സിലായില്ലേ? നെയ്യ് ഭഗവാന് ഞായറാഴ്ച വൈകിട്ട് നിങ്ങൾ ഭഗവാനോട് ആവശ്യപ്പെടണം. സാമ്പത്തികം ശ്രദ്ധിച്ച് കേട്ടോണം. ഭഗവാനോട് നിങ്ങൾ സാമ്പത്തികം തരണമെന്ന് പറയണം. അവിടെ അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. അപ്പം തരും, ഏറ്റുമാനൂരപ്പം തരും. ഇത് ഞായറാഴ്ച വൈകുന്ന പാട് ചെയ്യണം. അമ്മ പാർവ്വതീദേവിയെയും അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ഭഗവാൻ ശിവഭഗവാനെ ഏറ്റുമാനൂരപ്പനെയും പ്രാർത്ഥിച്ച്, ശിവനെ എപ്പം പ്രാർത്ഥിച്ചാൽ അതിന് പാർവ്വതീദേവിയെ വിളിക്കണം കേട്ടോ. എനിക്ക് സാമ്പത്തികം നൽകണേ, എനിക്ക് ജീവിക്കാനുള്ള സാമ്പത്തികം നൽകണേ, അതിനുവേണ്ടി നെയ്യ് സമർപ്പിക്കുന്നത് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിക്കുക. സാധിക്കുന്ന പോലെ ഞായറാഴ്ചകൾ വൈകുന്ന പാട് ഇത് ചെയ്യണം. നിങ്ങൾ എത്ര ദരിദ്രനാണേലും അപ്പൻ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, സത്യസന്ധമായിട്ടാണെങ്കിൽ, ശുദ്ധമായ മനസ്സോടുകൂടിയാണെങ്കിൽ അപ്പം നിങ്ങളെ വലിയ ലക്ഷപ്രഭു ആക്കിയിരിക്കും. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ ആളുകളുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഏറ്റുമാനൂരപ്പന് ചെയ്തു വലിയ സമ്പന്നരായിട്ടുള്ളവർ. എന്നുവെച്ചാൽ അവരൊക്കെ സാധാരണക്കാരായിരുന്നു, പിന്നെ വലിയ സമ്പന്നതയിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. ഞാൻ തന്നെ പല കാര്യങ്ങളും ചെയ്തു. ഞാൻ ചെയ്തെന്നല്ല, ഞാൻ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഏറ്റുമാനൂരപ്പൻ്റെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തു. അപ്പം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ, അല്ലെ നേരിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ ഏറ്റുമാനൂരപ്പന് പോയി ചെയ്തു. അല്ലാതെ ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ എനിക്ക് വേണ്ടി അവിടെ എല്ലാവർക്കും, അല്ലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വഴിപാട് വെക്കാറുണ്ട്. അല്ലാതെ ഞാൻ ആർക്കും വേണ്ടിയും ചെയ്യാറില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഓരോരുത്തർ പോയി ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയ സമ്പന്നരായ ഒരുപാട് ആളുകളുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇത് നിങ്ങൾ ഞായറാഴ്ച വൈകുന്നപാട് ചെയ്യുന്നതാണ് ഇതിൻ്റെ രഹസ്യം. ഈ ഞായറാഴ്ച നിങ്ങളിങ്ങനെ വൈകുന്നപാട് ചെയ്താൽ നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ പിഴച്ചു നിൽക്കുകയാണെങ്കിലോ, സൂര്യൻ്റെ അനിഷ്ടപ്രദനായ സൂര്യൻ, അതായത് ഈ നല്ല ഭാവത്തിൽ ഇഷ്ടമല്ലാത്ത അനിഷ്ടപ്രദമായ രീതിയിൽ, അതായത് സൂര്യൻ പിഴച്ച് നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ സൂര്യനെ കൊണ്ടുള്ള ആ ദോഷങ്ങൾ മാറിക്കിട്ടും. സൂര്യൻ ആത്മവിശ്വാസത്തിൻ്റെ എല്ലാം സൂര്യനെ കൊണ്ട് ചിന്തിക്കുക. പ്രാണബലം, പിന്നെ സൂര്യനെ, തൊഴില് ഒക്കെ സൂര്യനെ കൊണ്ട് ചിന്തിക്കാം. അപ്പം ഒരത്തിന് ആത്മവിശ്വാസം ഇല്ലേ അവനെ എന്താണെങ്കിലും വിജയിക്കാൻ പറ്റുമോ? അവന് പ്രാണബലം, അവന് ആ ഒരു മനസ്സിന് ബലവും അവൻ്റെ പ്രാണൻ ആ ഒരു ബലം ഉണ്ടാകുമ്പോഴാണ് അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വിജയം ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ പിതൃപ്രീതി ഉണ്ടാവും. ഈ ഞായറാഴ്ച ശിവന് വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും. നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ അതിനകത്ത് ഒരു പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എന്ത് ദോഷം ഉണ്ടെങ്കിലും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായാൽ അവൻ്റെ ജീവിതം മാറി. ഇനി ഞായറാഴ്ച നമ്മൾ ഇത് ചെയ്യുന്ന ഏകദേശം രാഹുകാലത്താണ്, വൈകുന്ന പാട് മിക്കവാറും. ഇനി സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല. 4:30 മുതൽ 6 വരെ ശരാശരി ഞായറാഴ്ച വൈകിട്ട് രാഹുവാണ്, ഒരു ശരാശരി ഏകദേശം. പക്ഷെ നമ്മളിപ്പോൾ അമ്പലത്തിൽ ഇപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം ചെയ്യുന്നത്. എന്നാൽ സ്വല്പം സമയം മുന്നോട്ട് പോയാലും ഒന്നും കുഴപ്പമില്ല ക്ഷേത്രത്തിൽ കേട്ടോ. രാഹു പ്രീതി, ശിവപ്രീതി, പാർവ്വതീദേവിയുടെ അനുഗ്രഹം, സൂര്യഭഗവാന്റെ അനുഗ്രഹം, പിതൃക്കളുടെ അനുഗ്രഹം എല്ലാം ഉണ്ടായി വരും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ രഹസ്യം. നെയ്യ് നിങ്ങൾ ഭഗവാന് സമർപ്പിച്ച് സാമ്പത്തികം ആവശ്യപ്പെടണം, ഭഗവാനോട് ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവിടാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഏറ്റുമാനൂരമ്പലത്തിൽ എപ്പം വേണേലും പോയി എന്ത് വഴിപാട് വേണേലും ചെയ്യാം. ഈ പറഞ്ഞത് ഞാൻ ആ ഒരു സാമ്പത്തികത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനിയും നിങ്ങൾ ഏറ്റുമാനൂർ ഈ തൊട്ടിയും കയറും എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. തൊട്ടിയും കയറും അത് ശ്വാസം മുട്ടലിന് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആളുകൾ വെക്കാറുണ്ട്. വെച്ചവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ വീഡിയോ കാണുന്ന ചെയ്ത ആളുകൾ അനുഭവം ഉണ്ടായവരുണ്ട്. അപ്പം ഇപ്പം നമുക്ക് ശ്വാസം മുട്ടലിലെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഡോക്ടറെ കാണണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ ഏത് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ. ആ രീതിയിൽ നടത്താവുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് ഏറ്റുമാനൂരപ്പന് തൊട്ടിയും കയറും വഴിപാട് സമർപ്പിക്കുന്നത്. ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ചെയ്യേണ്ടത് കേട്ടോ. ഇത് നല്ല ഫലമായ ആളുകളുണ്ട്. പിന്നെ ഈ ത്വക്ക് രോഗങ്ങൾക്ക് അതിനാണെങ്കിലും നമ്മൾ ആദ്യം ഡോക്ടറെ കാണണം. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്നുകൾ കഴിച്ച് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ചെയ്യാവുന്ന കാര്യം പറയുന്നത് കേട്ടോ, പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്.
അങ്ങനെ മനസ്സിലാക്കുക. ത്വക്ക് രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡോക്ടറെ കാണുക, ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ട്രീറ്റ്മെന്റുകൾ ചെയ്യുക. അതിൻ്റെ കൂടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന നല്ലൊരു കാര്യം പറഞ്ഞുതരാം. ഏറ്റുമാനൂരമ്പലത്തിൽ നമ്മൾ കെടാവിളക്ക് എണ്ണ ഒഴിക്കുള്ളൂ. ആ എണ്ണ ഒഴിക്കുമ്പോൾ എണ്ണ ചില ഇറ്റ് താഴോട്ട് പോകുമല്ലോ കെടാവിളക്കിൽ നിന്ന്. ആ എണ്ണ ആ ത്വക്ക് രോഗങ്ങൾക്ക് തൂത്ത് അത് ഫലമുണ്ടായവരുണ്ട്, എൻ്റെ അറിവിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഇതെല്ലാം ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ പ്രാർത്ഥന മാത്രമായിട്ട് ചെയ്യരുത്. നമ്മൾ നല്ല ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറവില്ല വേറെ നല്ല ഡോക്ടറെ കണ്ട് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമുക്ക് ഈശ്വരനെ വിളിക്കാമല്ലോ, ആ നിലയിലേ ചെയ്യാവുള്ളൂ. ഇതൊക്കെ ഏറ്റുമാനൂരുടെ പ്രത്യേകതകളാണ്. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ അതേ രീതി മനസ്സിലാക്കി ചെയ്യുക. ഇനി നമുക്ക് മുൻജന്മ കർമ്മദോഷം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഏറ്റുമാനൂർ പോകാൻ പറ്റാത്തവരാണെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഞായറാഴ്ച വൈകിട്ട് നെയ്യ് സമർപ്പിച്ച് പിൻവളക്കിനും രസീത് കൂടെ സമർപ്പിച്ച് പിറ്റേ തിങ്കളാഴ്ച രാവിലത്തേക്ക് ജലധാരയ്ക്ക് ബുക്ക് ചെയ്ത് പോന്നാലും മതി. ഇനി ഏറ്റുമാനൂർ പോകാവുന്നവർ ഏറ്റുമാനൂർ തന്നെ പോകണം. അത് ചില ക്ഷേത്രങ്ങൾക്ക് നമ്മുടെ ജീവിതം മാറ്റാനുള്ള ഒരു ശക്തിയുണ്ട്. അതിലൊന്നാണ് ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ കൈലാസം തന്നെയാണ് കേട്ടോ. പോകാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പോകണം. പറ്റാത്തവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി വൈകുന്നപാട് ഞായറാഴ്ച വൈകുന്നപാട് ചെയ്താലും മതി. ഇനി ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ മുൻജന്മ കർമ്മദോഷങ്ങൾ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഒരു ഫലം ഉണ്ടാകാൻ തടസ്സം ഉണ്ടാകും. ശിവന് പാൽപ്പായസം ചെയ്യുക. അത് നിങ്ങളുടെ പക്കനാളിന് ചെയ്യണം, പെട്ടെന്ന് ഫലം വരും. കരിക്കഭിഷേകം ചെയ്യുക, നിങ്ങളുടെ പക്കനാളിന് ചെയ്യണം, പെട്ടെന്ന് മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും. ഇനി ഒരാൾക്ക് തൊഴിൽ ശരിയാകുന്നില്ല, അത് ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. അങ്ങോട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പാൽപ്പായസമായിക്കോട്ടെ, കരിക്കഭിഷേകം ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഏറ്റുമാനൂർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്, ഏറ്റവും പുണ്യം. കാരണം അവിടെ പ്രത്യേക ശക്തിയാണ്. പറ്റാത്തവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ പറയുന്നതൊക്കെ ചെയ്യുക അവനവൻ്റെ ആവശ്യം പോലെ. ഒരാൾക്ക് ജോലി ശരിയാകുന്നില്ല, ഞായറാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോയി പിൻവളക്കിന് രസീതെടുത്ത് ജോലിക്കാര്യം പറഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ശിവനടയെ സമർപ്പിക്കുക. എത്ര പേരാണ് നല്ല ജോലി കിട്ടിപ്പോയിട്ടുള്ളത്. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇനിയും ഒരു കുട്ടിക്ക് പഠിച്ചിട്ട് ഇപ്പം CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ പരീക്ഷ, BTECിൻ്റെ പരീക്ഷ, ഇങ്ങനെ എത്രയോ, പിന്നെ OET പലതവണ എഴുതി തോറ്റവരെ, ഇങ്ങനെ എത്രയോ പരീക്ഷകൾ പാസ്സായവരുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് ശനിയാഴ്ച രാവിലെ 2 പഴുത്ത കദളിപ്പഴം, നന്നായിട്ട് പഴുത്തതായിരിക്കണം, ആരും ഇരിഞ്ഞതൊന്നും ആകരുത്. നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം, ഭഗവാന് കൊടുക്കുന്നത് നന്നായിട്ട് പഴുത്ത കദളിപ്പഴം. അത് ശനിയാഴ്ച രാവിലെ സാധാരണ ഒരു അർച്ചനയും കൂട്ടിപ്പിടിച്ച ശിവനടയെ വെച്ച് ഭഗവാനോട് വിദ്യ പ്രാർത്ഥിക്കുക. എനിക്ക് പരീക്ഷാ വിജയങ്ങൾ പറയുക. ഇത് പരീക്ഷാ വിജയത്തിനും നല്ലതാണ്, തൊഴിൽ വിജയത്തിനും നല്ലതാണ്. ശനിയാഴ്ചകൾ രാവിലെ ചെയ്ത എത്ര ആളുകളാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. അതൊക്കെ അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക കേട്ടോ. ഇതെല്ലാം നമ്മുടെ ആവശ്യം പോലെ ആവർത്തിക്കണം. ആവർത്തിക്കുമ്പോഴാണ് ഐശ്വര്യങ്ങൾ നിലനിൽക്കുന്നത്. മനസ്സിലായില്ലേ? അവനവൻ്റെ ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ ഭഗവാന് നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും, ഇപ്പം ചില ആളുകളുണ്ട് എപ്പോഴും ദാമ്പത്തിക പ്രശ്നങ്ങളാണ്. അവർ ചെയ്യേണ്ട കാര്യം വെള്ളിയാഴ്ച രാവിലെ ഭർത്താവിൻ്റെ പേരിൽ ജലധാര, കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം. ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന. വെള്ളിയാഴ്ച വൈകിട്ട് ജലധാര ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യണം. ശനിയാഴ്ച രാവിലെ ഭാര്യയുടെ പേരിൽ ജലധാര, കൂവളത്തിലാർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം. ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന. ശനിയാഴ്ച വൈകിട്ട് ജലധാര ഒഴിച്ച് ഇത് തന്നെ ചെയ്യുക. ഇങ്ങനെ ആഴ്ചകൾ അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക. എത്ര കുടുംബങ്ങളാണ് ഐക്യം ഉണ്ടായി രക്ഷപ്പെട്ടു പോയിരിക്കുന്നറിയോ? അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ഏറ്റുമാനൂരപ്പനെ കുറിച്ച് ഇത്രയും പറയാൻ സാധിച്ചതിന് ഞാൻ ഭഗവാന് നന്ദി പറയുന്നു. ഭഗവാന് കോടി നന്ദി, മഹത്വം പറയുകയാണ്. നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഭഗവാന്റെ മഹത്വം എത്തട്ടെ. ഏറ്റുമാനൂർ കൈലാസം തന്നെയാണ്. കൈലാസത്തിൽ പോകാൻ പറ്റാത്തവർ ഏറ്റുമാനൂർ പോയാൽ മതി. അതൊരു ഏറ്റവും പുണ്യമുള്ള ശക്തിയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പം അതെനിക്ക് പറയാൻ സാധിച്ചതിന് ഏറ്റുമാനൂരപ്പനോട് തന്നെ ഞാൻ നന്ദി പറയുന്നു. ഭഗവാൻ എപ്പോഴും കൂടി നന്ദി പറയുകയാണ്. ഈ ചില ആളുകൾ വിദേശവാസത്തിന് തടസ്സം ഉണ്ടായി നിൽക്കുന്ന ആളുകളുണ്ട്. വിദേശത്ത് എത്ര ശ്രമിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല, വിസ കിട്ടുന്നില്ല.
അങ്ങനെയുള്ളവരൊക്കെ ഏറ്റുമാനൂരപ്പന് ഒരു കുടം എണ്ണ കെടാവിളക്കിൽ ഒഴിക്കാൻ നേരുക. ഈ കെടാവിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂ നിന്നിട്ട് അമ്പലത്തിലകത്തോട്ട് കയറുമ്പോൾ ഒരു കെടാവിളക്ക് ഉണ്ടല്ലോ തൂക്കിയിട്ടിരിക്കുന്നത്, അവിടെ കുട എണ്ണയൊക്കെ ഒഴിക്കുന്നത്, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് അതുവഴിയാണ് നമ്മൾ ശ്രീകോവിലോട്ട് പോകുന്നത് ഭഗവാനെ കാണാൻ. അപ്പോൾ ഈ കെടാവിളക്കിൽ വെളിയിലുള്ള അമ്പലത്തിനകത്തുള്ളതാണ്, മനസ്സിലായില്ലേ? അമ്പലത്തിനകത്ത് നമ്മൾ ക്യൂ നിന്ന് കയറുമ്പോൾ ആ കെടാവിളക്കെ ആളുകൾ എണ്ണ ഒഴിച്ചിട്ടാണ് ശ്രീകോവിലേക്ക് പോകുന്നത്. ആ കെടാവിളക്കിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പം കെടാവിളക്കിൽ ഒരു കുട എണ്ണ നേരുക. അത് ഏതെങ്കിലും ഒരു ശനിയാഴ്ച നേരണം. വെള്ള വസ്ത്രം ഉടുത്ത് കുളിച്ചീറനോടെ കുളിമുറിയിൽ നിന്ന് നേരുക. എന്നിട്ട് ഒരു ശനിയാഴ്ചയോ എപ്പോഴാന്ന് വെച്ചോ വന്ന് ഭഗവാന് അത് നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ കെടാവിളക്കിൽ എണ്ണ ഒഴിക്കണം, ഒരു കുട എണ്ണ. അപ്പം കുടമെന്ന് വെച്ചാൽ പാത്രം ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ, പക്ഷെ നമ്മൾ കുടമെന്ന് പറയാവുള്ളൂ, മനസ്സിലായില്ലേ? നേരുമ്പോൾ അങ്ങനെ പറയാവുള്ളൂ. അപ്പം ഇത് ചെയ്ത് വിസയുടെ തടസ്സം മാറിയവര്, കേസുകൾ വിജയിച്ചവര്, പിന്നെ ചിലപ്പോൾ നമ്മളെ ചില ഡോക്യുമെന്റുകൾ പേപ്പറുകൾ നമ്മളെ ഡോക്യുമെന്റേഷൻ പേപ്പറുകൾ ചിലപ്പോൾ നീങ്ങുന്നില്ല, മനസ്സിലായില്ലേ? ഒരു ഒരു പേപ്പറുകൾ സംബന്ധമായി ഡോക്യുമെന്റേഷൻ സംബന്ധമായി ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ, ഇതൊക്കെ മാറിക്കിട്ടിയ എത്രയോ അനുഭവങ്ങൾ ഞാൻ തന്നെ എത്രയോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു. അച്ചട്ടാണ് ഏറ്റുമാനൂർ കേട്ടോ. അപ്പം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വിദേശവാസത്തിന് തടസ്സം മാറാൻ വേണ്ടി നിങ്ങൾ ഹനുമാന്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച വെറ്റിലമാല സമർപ്പിച്ചാലും അച്ചട്ടാണ്. അത് നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ശനിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. 12 ഞായറാഴ്ച അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതിക്ക് കറുകമാലയും മുക്കുറ്റിമാലയും 2 മാലയും കൂടെ വെക്കണം. വെച്ച് പ്രാർത്ഥിച്ചവരും ഞാൻ പറഞ്ഞ് ചെയ്തവർ എത്രയോ ആളുകൾ ഇന്ന് വിദേശത്തിരിപ്പുണ്ട്. ഇത് 12 ഞായറാഴ്ച എന്നുള്ളത് ചിലർക്ക് ചിലപ്പോൾ അതിന് മുമ്പേ ഫലം ഉണ്ടാകാം, ചിലർക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞും ചെയ്യേണ്ടി വരും. അതൊക്കെ അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ ലോണൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നു, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യം ശനിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ഫലം ഉണ്ടാവും. കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഒരു പിൻവിളക്കൂടെ പാർവതീദേവി കൂടെ ചെയ്യുക. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പിന്നെ ബുധൻ ഞായർ ദിവസങ്ങളിൽ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിക്കണം. പെട്ടെന്ന് തൊഴിൽ തടസ്സം മാറും, ലോണിൻ്റെ തടസ്സങ്ങൾ മാറും, ലോൺ കിട്ടാനുള്ള തടസ്സങ്ങൾ മാറും, സാമ്പത്തികമായ ബ്ലോക്കുകൾ മാറും, ഒരു കടങ്ങൾ മാറാനും ഒക്കെ വഴി തെളിഞ്ഞു കിട്ടും. ഇനി കടങ്ങൾ മാറാനാണ് ഇതിൻ്റെ കൂടെ ശനിയാഴ്ച വൈകിട്ട് അയ്യപ്പനും നെയ്വിളക്ക് തെളിയിക്കണം അടുത്തുള്ള ക്ഷേത്രത്തിൽ. അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഈ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു ബുക്ക് ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. എൻ്റെ അനുഭവം പറഞ്ഞായിരുന്നു കേട്ടോ. എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു ബുക്കുണ്ട്, അത് നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആവശ്യമുള്ളവർ, അത് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് ആ നിലയിലാണ് പറയുന്നത്. ബുക്ക് ഇതാണ്. ഈ ബുക്ക് മലയാളത്തിലുണ്ട്, ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറയും. ഇത് എഴുതിയിരിക്കുന്നത് ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞ. ഈ ബുക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു ബുക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ തലയിലെടുത്ത് മാറ്റുമെന്ന് പറഞ്ഞല്ലേ, മാറ്റാനുള്ള കാര്യങ്ങൾ ഇന്ന് മുഴുവൻ പറയുന്നത്, ആദ്യം തൊട്ട് അവസാനം വരെ. ഇത് ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറയും മലയാളത്തിൽ. ഞാനിത് തിരുവല്ല DC ബുക്സിൽ നിന്നാണ് മേടിച്ചത്. ഇതെൻ്റെ അനുഭവം പറയുന്നത് കേട്ടോ. ഈ ബുക്ക് നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയ കാര്യമാണ് ഇപ്പം തോന്നും. ഈ ബുക്കിൽ എന്തിരിക്കുന്നെന്ന്, ഈ ബുക്കിലെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ജീവിതം മാറി, തലയിലെടുത്ത് മാറി, നിങ്ങൾക്ക് വലിയ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും. എന്താണ് അതിനകത്തൊരു ചെറിയ കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾ ഈ വിജയിച്ചവർക്കും തോറ്റവർക്കും ഒരേ ലക്ഷ്യമാണ്. ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം പറയുന്നത്, ഒരേ ലക്ഷ്യമാണ് ഉള്ളത്. വിജയിച്ച ആളുകൾക്കും തോറ്റവർക്കും എല്ലാം ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചില ആളുകൾ വിജയിക്കും, ചില ആളുകൾ തോക്കും. ഒരേ ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന ഒന്നിലധികം വ്യക്തികളിൽ ചില ആളുകൾ ആ ലക്ഷ്യം നേടും, ചില ആളുകൾ പരാജയപ്പെടും. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ കാര്യമുണ്ട്. അതായത് ലക്ഷ്യം നേടുന്ന ആളുകൾ അവരുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അവരുടെ ലക്ഷ്യം നേടുന്ന വ്യക്തികൾ അവർ ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല. ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഇന്നലെ, അതായത് സ്പെയിനും അർജന്റീനയും തമ്മിൽ വേൾഡ് കപ്പ് ഫൈനലായിരുന്നു. ഞാൻ 3 മണി വരെ ഉറക്കളച്ചിരുന്ന് കണ്ടതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഈ അർജന്റീനയും കളിച്ചു, സ്പെയിനും കളിച്ചു. പക്ഷേ ഈ സ്പെയിൻ്റെ കോച്ച് ചില മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റങ്ങളിൽ
അയാൾ വരുത്തിയ ചില മാറ്റങ്ങളാണ് സ്പെയിന് വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്. ഇതെന്താന്ന് ചോദിച്ചാൽ കളി കണ്ടവർക്കറിയാം. അതിൽ സബ്ബായിട്ട് സ്പെയിൻ്റെ കോച്ച് സബ്ബായിട്ട് 7-ാം നമ്പറുകാരനെ, ഹൈലൈറ്റ്സ് നോക്കിയാലും കാണാം, 7-ാം നമ്പറുകാരനെ ഇറക്കി, സബ്ബായിട്ട് ഇറക്കിയവനാ. അയാളുടെ ആ തീരുമാനമാണ് ആ കളിയുടെ ഗതി മാറ്റി. അയാളാണ് ഒരു ഗോൾ അടിച്ചത്. ഒരു ഗോളിനാണ് സ്പെയിൻ ജയിച്ചത്, വേൾഡ് കപ്പ് നേടിയത്. അപ്പൊ ഈ ലക്ഷ്യങ്ങൾ പലർക്കും കാണും. പക്ഷെ ഈ ലക്ഷ്യങ്ങളോടൊപ്പം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ചെറിയ ചെറിയ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നവനാണ് നേടുന്നത്. അല്ലാത്തവൻ പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അർജന്റീന നല്ലതായിട്ട് കളിച്ചു ഇല്ലെന്നല്ല, പക്ഷെ ഇയാളുടെ ഈ സ്പെയിൻ്റെ കോച്ചിന്റെ ആ ഒരു ഉചിതമായ ആ ഒരു നീക്കം, ആ ഒരു മാറ്റം, അയാൾ സബ്ബായിട്ട് ഇറങ്ങിയ ഒരു ഏഴാം നമ്പറുകാരൻ, നമ്പർ 7, 7-ാം നമ്പറുകാരൻ, അവനാണ് ഗോൾ അടിച്ചത്. ആ മാറ്റമാണ് അവരെ ആ വേൾഡ് കപ്പ് നേടാൻ സഹായിച്ചത്. എന്ന് പറഞ്ഞ പോലെ നമ്മളും ജീവിതത്തിൽ പലതും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ പോലും നമ്മൾ നേടാൻ പറ്റാത്തതിൻ്റെ കാര്യം, നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും പോരായ്മ കാണും. അതിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ആ മാറ്റങ്ങൾ അങ്ങനെ വരുത്തുന്നവനെ ഈ ലക്ഷ്യം നേടുന്നത്. അത് ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും അത് മനസ്സിലാക്കുന്നവൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയ ഒരു ബുക്കാണിത്. അതുപോലെ തന്നെ ഈ നമ്മൾ മറ്റൊരു ഒരു കാര്യം കൂടെ പറയാം. ഒരു ബുക്ക് കൂടെ ഉണ്ട്. ഇത് നല്ലൊരു ബുക്കാണ്, കോടീശ്വര രഹസ്യങ്ങൾ. ഇത് എഴുതിയിരിക്കുന്നത് ടി ഹാർവ് എക്കർ ആണ്. ടി ഹാർവ് എക്കർ. ഇത് മലയാളമാണ്. ഇത് ഞാൻ തിരുവല്ല DC ബുക്സിൽ നിന്ന് മേടിച്ചതാണ്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു തന്നു. ഇത് എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കും ഇതിനകത്തൊക്കെ ബുക്കിനകത്തൊക്കെ എന്നായിരിക്കും. പക്ഷേ ഈ ബുക്കിനകത്ത് ചില ആശയങ്ങളുണ്ട്. അത് നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റും, നമ്മുടെ ചിന്താഗതിയെ മാറ്റും. ഒരാൾക്ക് കോടീശ്വരനാകണമെന്നുണ്ടെങ്കിൽ ആദ്യം അവൻ്റെ മനസ്സ് മാറണം. ഇപ്പം നമ്മളിപ്പോൾ വിത്ത് എന്താണോ അതനുസരിച്ച് അത് ഈ ഫലം വരത്തുള്ളൂ. ഇപ്പോൾ ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ മാങ്ങ കിട്ടും, അല്ലാതെ ആപ്പിൾ കിട്ടത്തില്ല. വിത്തിനനുസരിച്ച് ഫലം വരത്തുള്ളൂ. അതായത് നമ്മുടെ മനസ്സിൽ ഒരു ദരിദ്രന്റെ മനസ്സാണെങ്കിൽ ഒരു കോടീശ്വരനാകാൻ വേണ്ടി എത്ര പ്രവർത്തിച്ചാലും അത് ഫലം കിട്ടണമെന്നില്ല. നമ്മുടെ മനസ്സിലാണ് മാറ്റം വരേണ്ടത്. കോടീശ്വര മനസ്സുണ്ടാകണം, നമുക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു മനസ്സുണ്ടാകണം. ആ മനസ്സുണ്ടാകുമ്പോൾ വെളിയിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ചില രഹസ്യങ്ങൾ, ചില ടിപ്സാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇത് എൻ്റെ അനുഭവം എന്നുള്ള രീതിയിലാണ് ഞാൻ 2 ബുക്കും പറയുന്നത് കേട്ടോ. എന്നെ ഷെൽഫിലുള്ളതാണിത്. എന്നെ സ്വാധീനിച്ച, ഞാനിത് പല കാര്യങ്ങളും ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം നിങ്ങൾക്കും ഫലം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. എൻ്റെ അനുഭവമാണ് പറയുന്നത് ഈ 2 ബുക്കും, അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് വായിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഇത് ജീവിതം മാറ്റുന്ന ഒരു സംഭവം, ഐഡിയാസ് ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഈ നോവൽസ്, കഥ ഒന്നും ഞാൻ വായിക്കാറില്ല. എന്ന് വെച്ചാൽ അത് മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇതുപോലെയുള്ള ചില ബുക്കുകളുണ്ട്. അത് നമ്മുടെ ബുദ്ധിയെ ഒന്ന് ഉണർത്തണം, നമ്മുടെ ബുദ്ധി ഒന്ന് കിക്കാകണം. അങ്ങനെയുള്ള ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. എന്നോട് ഒരിക്കലും വാട്സാപ്പിൽ ഒരാൾ പറഞ്ഞു, സാറേ എനിക്ക് പലതും അമ്പലത്തിൽ പോയി ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല, എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്നും അമ്പലത്തിൽ പോയി നിങ്ങൾ പറ്റുമ്പോൾ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യണം, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യണമെന്നൊന്നും പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകത്തില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. അതായത് നമ്മളൊരു ചെടി വളർത്തുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ചെടിയോ എന്തോ ആയിക്കോട്ടെ വളർത്തി കഴിയുമ്പോൾ അതിന് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല. കുറേ മാസങ്ങൾ കഴിഞ്ഞ് ആ ചെടി കരിഞ്ഞു പോയെന്ന് വിചാരിച്ചു. കരിഞ്ഞു പോയി കഴിഞ്ഞ് നമ്മൾ കുറേ വെള്ളവും വളവും എല്ലാം കൊടുത്താലും ആ ചെടി നശിച്ചു പോകും. അത് പഴയതുപോലെ ആകത്തില്ല. എന്ന് പറഞ്ഞ പോലെ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യണം, പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. ആ ചെടിക്ക് ദിവസവും വളവും വെള്ളവും കൊടുക്കേണ്ട ദിവസവും കൊടുത്തിരുന്നാൽ അത് നശിക്കത്തില്ല. അത് കൊടുക്കാതെ ദിവസവും ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതെ കുറെ മാസം കഴിഞ്ഞ് ആ പ്രവൃത്തി ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അങ്ങനെ നശിക്കേണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയണം, വഴിപാടുകൾ ആവശ്യമുള്ള ചെയ്യണം, നിങ്ങളുടെ അന്നന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യണം. ഇങ്ങനെ ചില ആശയങ്ങളുണ്ട്, ജീവിതം മാറ്റുന്ന ചില ബുദ്ധികൾ, ചില ഐഡിയാസ്. അത് നമുക്ക് പലയിടത്തു നിന്നാണ് കിട്ടുന്നത്. ചില ബുക്കുകളിൽ നിന്നായിരിക്കും, ചില ആളുകളിൽ നിന്നായിരിക്കും, ചിലപ്പോൾ നമുക്ക് സ്വയം അനുഭവത്തിൽ നിന്നായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഞാൻ വായിച്ച ഏറ്റവും വലിയ ഒരു അത്ഭുതമുള്ളൊരു ബുക്കുണ്ട്, കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു.
കോമ്പൗണ്ടിങ് എന്ന് വെച്ചാൽ കൂടിച്ചേർക്കുക. ഈ നമ്മൾ ഒരു പല കാര്യങ്ങളും ദിവസം ചെറുതായിട്ട് കുറച്ച് കുറച്ച് ചെയ്താൽ തന്നെ അത് വലിയ എഫക്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ വിചാരിക്കടാ, ഇപ്പം ദിവസം ഒരു 100 രൂപ മാറ്റി വെക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കടാ, ഈ 100 രൂപ ദിവസം മാറ്റി വെച്ചാൽ എന്നെ ആകാനും. പക്ഷെ ഇത് ചെറിയ കാര്യമല്ല. ഈ ഒരു ശീലം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചിലപ്പോൾ സംഭവിക്കും. കാരണം ഈ സമ്പാദിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ 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 ആ മൈൻഡിനുണ്ടാകും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആവർത്തിച്ചാൽ, കോമ്പൗണ്ട് ചെയ്താൽ, കൂട്ടിച്ചേർത്താൽ, ദിവസവും അത് ആവർത്തിച്ചാൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അപ്പം നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായി കാണത്തില്ല. വേറൊരു ഉദാഹരണം പറയാം. ഒരു ചെടി, ആ ചെടി നിൽക്കുമ്പോൾ ആ ചെടിയെ നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാം. ഈ ചെടി വർഷങ്ങളും മാസങ്ങളും കൊണ്ട് ഇതിൻ്റെ വേറെ ആഴത്തിൽ പോയി കുറച്ച് ഒരു മരമായി കഴിഞ്ഞാൽ പിഴുതെടുക്കാൻ പറ്റും. അതുപോലെ എന്ന് വെച്ചാൽ ദിവസേനയുള്ള കുറച്ചുള്ള പുരോഗതി വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. അതാണ് കോമ്പൗണ്ടിങ് എഫക്ട്സ്. ദിവസേന നമ്മൾ കുറച്ച് പുരോഗതി ജീവിതത്തിൽ കൊണ്ടുവരിക. ഓരോ ദിവസം കുറച്ച് മെച്ചപ്പെടുക, കുറച്ച് കൂടുതൽ തൊഴിൽ ചെയ്യുക, നിങ്ങളുടെ തൊഴിലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, കുറച്ച് സമ്പാദിക്കുക. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ദിവസവും വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കുറേ നാൾ കഴിയുമ്പോൾ വലിയ മാറ്റമായിരിക്കും. കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ആശയങ്ങളാണ് ജീവിതം മാറ്റുന്നത്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഇതൊന്നും ആരും പറഞ്ഞുതരാനില്ലായിരുന്നു. പക്ഷെ ഞാൻ BCom ആണ് പഠിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഈ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അത് കഴിഞ്ഞ് ഞാൻ പലപ്പോഴും അവസരം കിട്ടുമ്പോൾ പലയിടത്തുനിന്നും പഠിക്കുമായിരുന്നു. പിന്നെ ഇതുപോലുള്ള ബുക്സ്, കാര്യങ്ങൾ, പിന്നെ എൻ്റെ അനുഭവങ്ങൾ. അപ്പം ഇതിനൊക്കെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. സാമ്പത്തികം പറയണേ അതിനും ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നിങ്ങൾ സമ്പന്നനെ പോലെ ചിന്തിക്കണം. നിങ്ങളുടെ മനസ്സിൽ സമ്പത്ത് ഉണ്ടാകണം. മനസ്സിൽ സമ്പത്ത് ഉണ്ടാകുമ്പോഴേ വലിയ സമ്പത്ത് വരത്തുള്ളൂ. അപ്പം അതാണ് പ്രധാനമായിട്ട് ഈ കോടീശ്വര രഹസ്യങ്ങൾക്കകത്ത് പറയുന്നത്. ഈ ദരിദ്രനും കോടീശ്വരനും തമ്മിലുള്ള മനസ്സ് എങ്ങനെയാണ് അന്തരം എന്നാണ് പറയുന്നത്. ദരിദ്രൻ എങ്ങനെ ചിന്തിക്കുന്നു, കോടീശ്വരൻ എങ്ങനെ ചിന്തിക്കുന്നു. ചിന്തിക്കുന്നതിന്റെ ഫലം അവൻ ദരിദ്രനായിട്ടിരിക്കുന്നതും കോടീശ്വരനായിട്ടിരിക്കുന്നതും അവന്റെ ചിന്തയുടെയും കൂടെ ഫലമാണ്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. അത് ചെയ്യുമ്പോൾ സമ്പത്ത് വരും. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇനി ഒരു 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന സമയം, അപ്പം നമുക്ക് കുറേ കുസൃതികളും എല്ലാവരെ പോലെ തന്നെ നമുക്കും കുസൃതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കുറേ മാറി നമ്മുടെ അറിയാവുന്ന ഒരു വീട്ടിൽ പോയി. അപ്പം രാവിലെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നീ വീട്ടിൽ ഇരുന്ന് പഠിക്കണം, അവിടെ ഇവിടെ കറങ്ങി നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിട്ടാണ് പോകുന്നത്. അപ്പം അച്ഛൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കുറേ ദൂരെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ആത്തമരമുണ്ട്. ഈ മരത്തേലൊന്ന് കയറിയാലും. അന്ന് ഈ മരത്തെ കയറുന്നൊരു സ്വഭാവമുണ്ട്. കൊച്ചല്ലേ, 5-ലോ 6-ലോ പഠിക്കുന്ന സമയം, 4-ലോ 5-ലോ 6-ലോ ആ ടൈമേ ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് മരത്തെ കയറിയാലോ. അപ്പം അങ്ങനെയൊക്കെ വലിയൊരു ആഗ്രഹമായി. അപ്പം ഞാൻ ഈ ആത്തമരത്തെ കയറാൻ തുടങ്ങി. ആത്തമരത്തെ കയറുമ്പം എനിക്ക് വലിയൊരു ആവേശമായി. കൂടുതൽ ഉയരത്തിലേക്ക് പോകണമെന്ന് തോന്നി. ഇച്ചിരി പൊക്കത്തിലേക്ക് കയറിയിരുന്നാലോ. അപ്പം ഇത് ആത്തമരത്തിന് വലിയ ബലമില്ല കേട്ടോ, അപകടം ഉണ്ടാകാൻ സാധ്യത കൂടെ. അപ്പം ഞാനിങ്ങനെ രാവിലെ ഇടയ്ക്ക് പോകും, ഈ ആത്തമരത്തെ കയറാൻ തുടങ്ങും. അപ്പോഴത്തേനും അപ്പം ഈ ആത്തമരത്തെ കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദിവസവും വൈകിട്ട് എനിക്ക് അടി കിട്ടുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് നീ ആത്തമരത്തെ പോയി കയറിയില്ലാന്ന് വെച്ചാൽ അടിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതാരാ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാൽ ഞാൻ പല രീതിയിലും ചിന്തിച്ചിട്ടും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഞാനീ കയറുന്നത് അങ്ങനെ ആരും കാണുന്നില്ല. പിന്നെ ഇത് ആര് പറഞ്ഞു കൊടുക്കാനാണ്? പക്ഷെ കൃത്യമായിട്ട് എനിക്ക് വൈകിട്ട് അടി കിട്ടുന്നുണ്ട്. അച്ഛനാണ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ വൈകിട്ട് വരും. പിന്നെ അച്ഛൻ എങ്ങനെ അറിയുന്നു? എന്തായാലും കൊള്ളാം. ഈ അടുത്തിടയ്ക്കാണ് അച്ഛൻ പറയുന്നത്, എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ അച്ഛൻ ഏർപ്പെടുത്തിയിരുന്നു. പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പം പുള്ളിക്ക് ചായയൊക്കെ അച്ഛൻ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കും. ഞാൻ എന്നൊക്കെ ചെയ്യുന്നെന്നുള്ള വൈകിട്ട് വരുമ്പം പറയണം. ഈ പുള്ളിക്ക് ചായ മേടിച്ചു കൊടുക്കും. ഈ അടുത്ത കാലത്ത് അത് പറയുന്നത് എനിക്ക് ഈയിടെ അതിൻ്റെ രഹസ്യം മനസ്സിലായത്. അപ്പം ഞാനത് ആലോചിച്ചപ്പോഴേ അതൊരു ജീവിതത്തിലെ ഒരു വലിയൊരു കാര്യം എൻ്റെ തുളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഇപ്പം എന്നെ അങ്ങനെ നിരീക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ആത്തമരത്തിന് മണ്ടയ്ക്കൊക്കെ കയറി താഴെ വീണ് നടുവൊക്കെ ഒടിഞ്ഞു പോയെന്നതിൽ നമ്മുടെ ജീവിതം വേറൊരു അവസ്ഥയായി പോയാൽ. പക്ഷെ അന്ന് അടി കിട്ടിയതുകൊണ്ട് അതങ്ങ് നിർത്തി. കുറച്ചു നാൾ അടി കിട്ടി കഴിഞ്ഞപ്പോൾ അതങ്ങ് നിർത്തി. അപ്പോൾ നമ്മളെ മക്കളെ അവരറിയാതെ നിരീക്ഷിക്കണം. മനസ്സിലായില്ലേ? അവരറിയാതെ നിരീക്ഷിക്കണം. അത് നമ്മളുടെ ബുദ്ധിയാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. എൻ്റെ അച്ഛൻ്റെ ബുദ്ധി, അച്ഛൻ്റെ അന്നത്തെ ബുദ്ധി അനുസരിച്ച് ഒരു പ്രായമുള്ള
മനുഷ്യനോട് പറഞ്ഞേൽപ്പിച്ചു, ഇവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വൈകിട്ട് വരുമ്പോൾ നോക്കിയിട്ട് പറയണം. അപ്പം എന്നിട്ട് അയക്ക് ചായ മേടിച്ചു കൊടുക്കും. പുള്ളിക്ക് അതിനൊരു ചെറിയൊരു ഇതൂടെ കൊടുക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ പറയുന്ന മുഴുവൻ വിശ്വസിക്കണം. പക്ഷെ അത് കൂടാതെ അവരറിയാതെ അവരെ നിരീക്ഷിക്കണം. അത് അവരുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും. എനിക്ക് അതിൽ നിന്ന് തോന്നിയ ഒരു പാഠമാണ്. കാരണം അല്ലെങ്കിൽ മക്കൾ അറിവില്ലാത്ത പ്രായത്തിൽ പലതും ചെയ്യും, അവർക്ക് അറിയത്തില്ല. അപ്പം നമ്മൾക്കിപ്പോൾ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നത് എപ്പോഴും മക്കളുടെ കൂട്ടത്തിൽ നടക്കാൻ പറ്റത്തില്ല. അപ്പം മക്കളെ വേറെ ഏതെങ്കിലും രീതിയിൽ നിരീക്ഷിക്കണം, അതിനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം. അത് സത്യസന്ധമായിരിക്കണം കേട്ടോ. അപ്പം അവരെ നമുക്ക് തെറ്റായ വഴികളിൽ പോകുന്നത് തടയാൻ പറ്റും. അപ്പം ഇതൊക്കെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതായത് ഇന്നത്തെ പിള്ളേർക്കാണെങ്കിൽ മരം കയറ്റമൊന്നുമില്ല, കാരണം മൊബൈൽ നോക്കിയിരിക്കുക, വേറെ പരിപാടികളൊക്കെയാണ്. ഞങ്ങൾക്കൊക്കെ അന്ന് മൊബൈലും അന്നത്തെ കാലത്തിലുള്ളൂ. അപ്പം നമ്മൾ മരം കയറുമായിരുന്നു, അങ്ങനെയുള്ള കുസൃതികളായിരുന്നു നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ അതിൽ കൃത്യമായിട്ട് വൈകിട്ട് വരുമ്പോൾ അടി കിട്ടും. എനിക്കറിയത്തില്ല ഇത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്, എന്നാൽ ഞാൻ കയറുന്ന ആരും കാണുന്നുമില്ല. അതിൻ്റെ രഹസ്യം ഈയിടെയാണ് മനസ്സിലായത്. അപ്പം ഇത് ഇങ്ങനെ ജീവിതത്തിൽ ചില പാഠങ്ങളുണ്ട്. ഈ ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ അച്ഛന് എന്നെ ചിലപ്പം അവിടെ ഈ റോഡ് സൈഡിലായിരുന്നു അന്ന് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ ചിലപ്പോൾ മാറ്റി നിർത്തും. രാവിലെ തൊട്ട് കുറേ നേരം അവിടെ വെളിയിൽ നിർത്തും. എന്നിട്ട് അങ്ങനെയുള്ള ചില രീതികളൊക്കെ അച്ഛനുണ്ടായിരുന്നു. കാരണം തെറ്റ് വീണ്ടും ചെയ്യരുത്, അതിനുവേണ്ടി ഇന്നത്തെ പിള്ളേർ ആരും അങ്ങനെ ചെയ്തില്ല. കുറേ നേരം അതേ രീതിയിൽ നിർത്തും, അല്ലെ വഴക്ക് പറയും, അല്ലെ മറ്റുള്ളവർ ചിലപ്പോൾ ഞാനവിടെ നിൽക്കുന്ന കാണുമ്പോൾ പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രത്തിൽ പോകുന്നവരൊക്കെ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ എന്നെ കളിയാക്കാറുണ്ട്. ചെറുപ്പത്തിലെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നുമല്ല. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോഴത്തേനും നമുക്ക് മനസ്സിനൊരു ശേഷി ഉണ്ടാകും. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോഴും ഒന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം അതൊക്കെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണ്. കാരണം അച്ഛൻ എന്നെ പലപ്പോഴും വഴക്ക് പറയുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാണ് അത് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാൽ അപ്പോൾ അവരും ചിലപ്പം കളിയാക്കി കഴിയുമ്പോൾ നമ്മൾ അതിനോടങ്ങ് പൊരുത്തപ്പെടുമ്പം നമ്മുടെ മനസ്സിന് പിന്നെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി കിട്ടും. ആര് കളിയാക്കിയാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതിന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചായിരിക്കും പലപ്പോഴും അടിക്കുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ. അപ്പോഴത്തേനും അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്തു. അത് എങ്ങനെയാണെന്നറിയോ? ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം ആദ്യത്തെ ആഴ്ചകൾ ഇംഗ്ലീഷ് ടീച്ചർ വന്നപ്പം അന്ന് പ്രീ ഡിഗ്രി ക്ലാസ്സിലേക്ക് ഒരുപാട് പിള്ളേരുണ്ട്. അത് ലേഡീസും ഒരുപാടുണ്ട്, ജെൻസും ഉണ്ട്. ലേഡീസാണ് കൂടുതൽ. അപ്പം നമ്മൾ സ്കൂള് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് വരിക, നമുക്ക് വലിയ കോളേജിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പം അപ്പം അന്ന് എൻ്റെ അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ കോളേജിലൊക്കെ പോകുന്നതല്ലേ, നല്ല ഇച്ചിരി വൃത്തിയായിട്ട്, എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു ആഡംബരമായിട്ട് പോകണം. അപ്പം അപ്പോഴേ എനിക്ക് എൻ്റെ ഒരു ബന്ധു അക്കാലത്ത് ഈ ജീൻസിൻ്റെ വലിയ ഒരു പാൻറ് കൊണ്ടുവന്നു. ജീൻസിൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ കൊണ്ടുത്തന്നു. അപ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബന്ധുവിന് എന്നെക്കാട്ടി നല്ല ഉയരവും പൊക്കമൊക്കെ ഉണ്ട്. അപ്പം വലിയ പാൻറ്റും വലിയ ഷർട്ടുമാണ്. അപ്പോഴേ ജീൻസ് പാൻറ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഇത് ഇട്ടുകൊണ്ട് പോകും. അപ്പോൾ ഒരു നല്ല രീതി കോളേജിലൊക്കെ പോകണം. അപ്പം എനിക്കിത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ പാൻറ് വലിയ ലൂസും വലിയ വലിപ്പവും ഒക്കെയാണ്. ഞാനൊരു അമ്മ പറഞ്ഞതല്ലേ, അപ്പം ഇച്ചിരി പരിഷ്കാരിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നെക്കാട്ടിയും വലിയ പാൻറ്റിനകത്ത് കയറി ഞാൻ ഒരു ബെൽറ്റും ഒക്കെ ഇട്ട് വലിയ ചേളാവ് പോലെ ഒരു ഉടുപ്പും ഒക്കെ ഇട്ട് ഇച്ചിരി പരിഷ്കാരിയായിട്ട് കോളേജിൽ അന്നേ ദിവസം കോളേജിൽ അങ്ങനെ പോയത്. കോളേജിൽ വന്നപ്പം ഇംഗ്ലീഷ് ടീച്ചർ വന്നു. ഇന്നും ഞാൻ ടീച്ചറിനെ ഓർക്കുന്നുണ്ട്. ടീച്ചർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ബുക്ക് എന്തേലും ചോദിച്ചു. അപ്പം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ കോളേജിൽ ബുക്ക് നമ്മൾ ചിലപ്പം മേടിക്കാൻ ചെല്ലുമ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. കാരണം ഇന്ന ഓതറുടെ വേണമെന്നൊക്കെ പറയും. അപ്പം ഞാൻ അന്വേഷിച്ചത് ബുക്ക് കിട്ടാഞ്ഞാൽ എനിക്ക്. പക്ഷെ ടീച്ചർ വിചാരിച്ച് ഞാൻ മേടിക്കാതെ ഉഴപ്പി ബുക്ക് മേടിക്കാൻ ഞാൻ വിചാരിച്ചു. ടീച്ചർ ചോദിച്ചു, എന്ത് ഇംഗ്ലീഷിൻ്റെ ബുക്കെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ പറഞ്ഞു, എഴുന്നേറ്റ് എന്നോടെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ഈ പാൻറ്റൊക്കെ ഇങ്ങനെ വലിച്ച് മേലോട്ട് വെച്ചു. വലിയ പാടാണ് എഴുന്നേക്കാൻ. അപ്പം ടീച്ചർ വിചാരിച്ച് ഞാൻ വലിയ പരിഷ്കാരിയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോഴത്തേനും ടീച്ചർ പറഞ്ഞു, ഒരു പരിഷ്കാരി വന്നിരിക്കുന്നു, നീ നേരെ വന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറഞ്ഞു. എന്നെ നേരെ കയറ്റി പ്ലാറ്റ്ഫോമിൽ നിർത്തി. അപ്പോൾ ഈ ലേഡീസും എല്ലാം ചിരിയാണ്, ലേഡീസും ജെൻസും എല്ലാം.
ഞാൻ അവിടെ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് തീരുന്നതിനും വരെ ഈ പാൻറ്റും ഇങ്ങനെ പൊക്കി പാൻറ്റും പിടിച്ച് വലിയൊരു ഇതായിരുന്നു. പക്ഷേ എനിക്ക് വലിയതായിട്ട് എന്നെ ബാധിച്ചില്ല. ചിലപ്പോൾ ഇന്നത്തെ കാലത്തെ ചില കുട്ടികളാണെങ്കിൽ അത് മതി അവരെന്തെങ്കിലും കടുക്കുകയും ചെയ്യാം, കാരണം ഈ ഒരു അപമാനം പോലെ തോന്നിക്കഴിഞ്ഞാൽ. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ ആളുകളുടെ മുന്നിൽ വെച്ചായിരുന്നു കൊച്ചിലെ വഴക്ക് പറയുന്നതും അടിക്കുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ആളുകൾ കളിയാക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. എനിക്ക് അതുകൊണ്ട് വലിയ പ്രശ്നം ചെയ്തില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ഒന്ന് കളിയാക്കിയാൽ, ഒന്ന് വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് TV വെക്കേണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ പോയി കിണറ്റിൽ ചാടുകയോ തൂങ്ങുകയോ ഒക്കെ ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മൾ TV-യിലും ഒക്കെ ന്യൂസിലും ഒക്കെ കേൾക്കുന്നു. അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ അതിജീവിക്കാനുള്ള മാനസിക ശേഷിയില്ല. പറഞ്ഞ മനസ്സിലായോ? അത് നമ്മൾ പണ്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പം കുട്ടികളെ നേരെ പിന്നെ വീട്ടിൽ വണ്ടി വരും, വണ്ടിയെ കയറ്റി നേരെ പിന്നെ സ്കൂളിലേക്ക് ഇറക്കുന്നു. ഇവർ ഈ ബസ്സിൽ കയറുമ്പോൾ ആരുടെ വായെന്നെങ്കിലും ഒരു ചിലപ്പോൾ ഒരു തെറി കേൾക്കും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴും മനസ്സിനൊരു കഴിവുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഡമ്മി പോലെ വളരുന്ന പിള്ളേർക്ക് അവരാരെയും വഴക്ക് കേൾക്കുന്നില്ല, ആരും കളിയാക്കുന്നില്ല. ഒരു നിമിഷം ആരെങ്കിലും വഴക്ക് പറയുകയോ കളിയാക്കുകയോ ചെയ്യുമ്പോൾ ഇവന് സഹിക്കാൻ പറ്റത്തില്ല. അതാ അതിൻ്റെ അകത്തെ കാര്യം. അപ്പം കുട്ടികൾക്ക് ജീവിതത്തിൽ അനുഭവ പാഠങ്ങൾ വേണം എന്ന് വെച്ച് നമ്മൾ അതിനുവേണ്ടി ഓരോ അനുഭവ പാഠങ്ങൾ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞ്, നമ്മൾ അവരെ എല്ലാം കണ്ടും കേട്ടും പഠിപ്പിക്കണം. പറയുന്ന എല്ലാ കാര്യവും അപ്പോൾ അങ്ങ് സാധിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം സാധിച്ചു കൊടുക്കാതെ വരുമ്പോൾ അവർ ചിലപ്പോൾ എന്തോ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവണം, എന്നത് അവരെ സ്നേഹിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് ജീവിതത്തിലെ ഒരാളെ കരുത്തനാക്കി മാറ്റുന്ന, അല്ല അവരുടെ മാനസിക ശേഷി ഉണ്ടാക്കുന്നത്. അല്ലാതെ ബുദ്ധിമുട്ടുകൾ അറിയാതിരിക്കുമ്പോഴല്ല മാനസിക ശേഷി ഉണ്ടാകുന്നത്, പരാജയമില്ലാതിരിക്കുമ്പോഴല്ല മാനസിക ശേഷി ഉണ്ടാകുന്നത്. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നവരാണ് വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നവർ. കാരണം ഈ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമുണ്ട്, വേറെ എന്ത് ചെയ്താലും കിട്ടാത്ത ഒരു കരുത്ത് മനസ്സിൽ, ഒരു ഒടുക്കത്തെ ധൈര്യം. അത് പരാജയങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ പരാജയങ്ങൾ ഉണ്ടായവരാണ് പിന്നെ വലിയ വലിയ വിജയങ്ങൾ നേടിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ജീവിതത്തിൽ പാഠങ്ങളാണ്, അനുഭവ പാഠങ്ങൾ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ളവരെ അപ്പൊ ജീവിതത്തിലെ എല്ലാ മക്കളും എല്ലാവർക്കും പുതിയ നല്ല ജീവിതത്തെ ആ നല്ല രീതിയിൽ ഒരു പാഠശാലയായിട്ട് കണ്ട് ജീവിതത്തെ ആ കരുത്തുള്ള ഒരു ആളുകളായിട്ട് വരുവാൻ വേണ്ടി ഈശ്വരന് എല്ലാവർക്കും നല്ല ജീവിത പാഠങ്ങളും ഒക്കെ, നല്ല ആശയങ്ങളെ, നല്ല ജീവിത പാഠങ്ങളെ ഇതൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ പൂമ്പാറ്റയുടെ ഇതറിയാമല്ലോ, ആ പുഴു പ്യൂപ്പയായിട്ട് അത് പിന്നെ ഇതിനകത്തുനിന്നും പിന്നെ ചിറകടിച്ച് ഒരുപാട് ചിറകടിച്ച് കഴിഞ്ഞാൽ ആ കൂട് പൊട്ടുന്നു. കാരണം പെട്ടെന്ന് ആ കൂട് പൊട്ടി അതിന്റെ ചിറകിനുള്ള ആ ശേഷി നഷ്ടപ്പെടും. ഇത് ഒരുപാട് ആ പുഴു പിന്നെ പൂമ്പാറ്റ ആകുമ്പോൾ ആ അവസ്ഥയിൽ ആ ഒരു കൂടിനകത്ത് ഇരിക്കുമ്പം അത് ഒരുപാട് തവണ അതിന്റെ ചിറകടിച്ച് ആ മസിലുകൾക്ക് ആ ഒരു ശേഷി വന്നു കഴിഞ്ഞാണ് ആ ചിറക് പൊട്ടി വെളിയിലോട്ട് വരുമ്പോഴാണ് പറക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ ആ പൂമ്പാറ്റയുടെ ആ പ്യൂപ്പ ആ തുറന്ന് അതിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് പറക്കാനുള്ള ശേഷി ഇല്ലാതിരിക്കും. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ആർജിക്കേണ്ട കഴിവുകളുണ്ട്, നമുക്കുണ്ടാകേണ്ട അനുഭവ പാഠങ്ങളുണ്ട്. അതാണ് നമ്മളെ കരുത്തലാക്കുന്നത്. അപ്പൊ ജീവിതത്തിലെ പരാജയങ്ങളെയും നമ്മൾ പാഠങ്ങൾ പഠിക്കുക. പരാജയങ്ങളും ഉണ്ടാകണം ജീവിതത്തിൽ, വിജയങ്ങൾ മാത്രമല്ല. എങ്കിലേ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ നമുക്കതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടത്തുള്ളൂ. വിജയം മാത്രം ഉണ്ടായാൽ അതിൽ യാതൊരു കാര്യമില്ല. പിന്നെ ഒരു വലിയ പരാജയം വരുമ്പോൾ അവൻ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. പരാജയങ്ങളും ജീവിതത്തിൽ കാണും, പരാജയങ്ങളെ സ്നേഹിക്കണം, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. അങ്ങനെയുള്ളവരാണ് ഏറ്റവും മിടുക്കന്മാരായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ചില അനുഭവങ്ങളും ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.